ഹായ് ഗായ്സ്, നിങ്ങളുടെ അടുത്ത് സാംസങ് ഗാലക്സി S21 ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. ബിക്കോസ് ഇവിടെ ഞാൻ ഒരു 5 ഫീച്ചേഴ്സ് പറഞ്ഞുതരാം, യൂസ്ഫുള്ളായ 5 ഫീച്ചേഴ്സ്. അത് നിങ്ങളുടെ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് യൂസ്ഫുള്ളായി തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഓപ്പൺ ആവണമെങ്കിൽ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോവുക. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പോയി കഴിഞ്ഞിട്ട് ബയോമെട്രിക്സിൽ ക്ലിക്ക് ചെയ്യുക. ബയോമെട്രിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫിംഗർ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പാസ്വേഡ് ഒന്ന് ഇടുക. അപ്പോൾ ഞാൻ ഒന്ന് പാസ്വേഡ് ഒന്ന് ഇടട്ടെ. പാസ്വേഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നമുക്ക് ഷോ ആനിമേഷൻ വെൻ അൺലോക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. അത് നമുക്ക് ഓഫാക്കിയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഫിംഗർ പ്രിൻ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തുറക്കണതാണ്. ബിക്കോസ് ഇവിടെ ആനിമേഷൻ ഓഫാക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് സ്പീഡ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പവർ ഓഫ് ചെയ്യണം, നമ്മളിങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പവർ ബട്ടൺ ആവും അമർത്തുക. ആ പവർ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് ബിക്സ്ബി ആവും ഓൺ ആവുക. ഈ ബിക്സ്ബി എങ്ങനെയാണ് മാറ്റുക നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഞാൻ പവർ ബട്ടൺ അമർത്തുമ്പോൾ ബിക്സ്ബി ആണ് വരുന്നത്. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അത് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ കൺട്രോൾ സെൻറ്റർ നമുക്കൊന്ന് താഴത്തേക്ക് വരുത്തിയിട്ട് ഇവിടെ പവർ ബട്ടൻ്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്ത് നമുക്ക് സൈഡ് ബട്ടൺ സെറ്റിങ്സ് ഉണ്ടാവും. സൈഡ് ബട്ടൺ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസൻറ്റ് ഹോൾഡിൻ്റെ താഴത്ത് പവർ ഓഫ് മെനു ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് വരുമ്പോൾ പവർ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട്, പവർ ഓഫ്, പിന്നെ എമർജൻസി കോളിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സാംസങ്ങിൻ്റെ ഡിവൈസിൽ. അടുത്ത ഫീച്ചർ പറയാൻ പോകുന്നത്, നിങ്ങൾ നത്തിങ് ഫോണിലോ കണ്ടിട്ടുണ്ടാവുമല്ലോ, വലിയ നോട്ടിഫിക്കേഷനോ കോളൊക്കെ വരുമ്പോൾ ബാക്കിൽ ലൈറ്റ് എത്തുന്നത്. ആ സെയിം ഫീച്ചർ നമുക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിലേക്കും കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അക്സസിബിലിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ താഴെ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വയ്ക്കുക. ഓഫായിട്ടാവും കിടക്കേണ്ടപ്പോൾ അത് ഓണാക്കുക. പിന്നെ ക്യാമറ ഫ്ലാഷ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് കാണാൻ കിട്ടും. അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് ഫ്ലാഷ് നോട്ടിഫിക്കേഷന് വേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരികയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ച് കാണിക്കും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. ഇത് നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിനെ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് എന്താ ഗുണം, ബാറ്ററി ഒന്നാമത് സേവ് ആവും. രണ്ടാമത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫോൺ നന്നായിട്ട് ബോറിംഗ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ അധികം യൂസ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ ഈ ഫീച്ചർ എങ്ങനെയാണ് എനേബിൾ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അക്സസിബിലിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് വിഷൻ എൻഹാൻസ്മെൻറ്റ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ കളർ ഫിൽറ്റർ ഉണ്ടാവും. കളർ ഫിൽറ്ററിൽ നമുക്ക് കളർ ഫിൽറ്ററിലല്ല, കളർ കറക്ഷനിലാണ് പോകേണ്ടത്. കളർ കറക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഗ്രേ സ്കെയിൽ ഒന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കൺട്രോൾ സെൻറ്റർ ഒന്ന് താഴത്തേക്ക് വരുത്തി കഴിഞ്ഞിട്ട് ഈ പെൻസിലിൻ്റെ മാർക്ക് ഉണ്ടല്ലോ, പെൻസിലിൻ്റെ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ എഡിറ്റ് ഉണ്ടല്ലോ, ഫുള്ളിൻ്റെ താഴത്തുള്ള എഡിറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ കാണാൻ കിട്ടും. ഇവിടെ കളർ കറക്ഷൻ. ഈ കളർ കറക്ഷൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് വരും. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെന്ന് തോന്നിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കളർ കറക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോൺ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറും. കണ്ടില്ലേ? അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് ഈ ഫീച്ചർ യൂസ്ഫുൾ ആണെങ്കിൽ ഈ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യുക. ബാറ്ററി അധികം ചിലവാവില്ല, പിന്നെ ഫോണിൽ നിങ്ങൾ അധികം സമയം ചിലവാക്കില്ല. അപ്പോൾ ഇതാണ് ഒരു ഗുണം ഈ ഫീച്ചറുണ്ട്. അപ്പോൾ ഈ 5 ഫീച്ചേഴ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്